വേറെ എവിടെയെങ്കിലും ഇതുപോലൊരു മധുരപ്രതികാരം നടക്കോ? കഴിഞ്ഞ തവണ നമ്മളെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ലൊക്കേഷനിൽ അവിടെ ഉണ്ടായ സംവിധായകനും ആ ലൊക്കേഷനിൽ നമ്മളോട് രണ്ടുപേരോട് അഹങ്കരിച്ച ആ നടിയും. അതേടി മോളെ, നീ ദൈവത്തിനെ കൈ കൊണ്ടുവരുന്ന ആളല്ലേ? എന്നിട്ട് ആ ദൈവം നിനക്ക് എന്താ തന്നത്? ചവിട്ടി നിൽക്കാൻ മണ്ണുണ്ടോ? പോട്ടെ, കേറിക്കിടക്കാൻ കൂരയുണ്ടോ? പിന്നെ അവന് നാണമില്ലാത്തതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചോണ്ട് പോയപ്പോ അവൻ കൂടെ വന്നു. അത് സത്യം. അല്ല, വേറൊരാൾ ഉണ്ടായിരുന്നല്ലോ, കൊട്ടിഘോഷിച്ച് മഹാറാണിയെ പോലെ കൊണ്ടു നടന്ന നിന്റെ അമ്മ. ആ അമ്മ ഇപ്പൊ ദൈവം കാത്തോ? ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് വല്ല അറിയാവോ? എന്നിട്ട് അവള് ദൈവത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കാൻ വരുന്നു. എനിക്ക് വന്നൊരു വീഴ്ചയ്ക്ക് ഞാൻ ദൈവത്തിനെ കുറ്റപ്പെടുത്തില്ല. ദൈവം നമുക്കൊരു നേട്ടം തരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുൻപ് നമ്മളെ പരീക്ഷിക്കും. അതിന് സംശയമൊന്നുമില്ല. ആ പരീക്ഷണമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. ആ പിന്നെ വരുണിന്റെയും എന്റെയും കാര്യം, വരുണിനൊരു തിരിച്ചുവരവില്ലാന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ വരുണിനെ എനിക്കറിയാം. വരുണിന്റെ മനസ്സിലൊരു തീയുണ്ട്. അതിനനുസരിച്ച് വരുൺ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ആർക്കും വരുണിന്റെ ഒപ്പം എത്താൻ പറ്റില്ല. പിന്നെ എന്റെ അമ്മ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള പ്രതീക്ഷയൊന്നും ആർക്കും വേണ്ട. ദൈവം എന്നുള്ളത് സത്യമാണെങ്കിൽ എന്റെ അമ്മ വരും, എന്റെ കൂടെ ഉണ്ടാവും. ആ, നേടാനുള്ളതൊക്കെ നേടിയിട്ട് നീ ഇങ്ങോട്ട് വാ, അപ്പൊ നമുക്ക് കാണാം. അതുവരെ കണിമംഗലത്തെ കാര്യങ്ങൾക്ക് നിന്റെ ഒരു ഉപദേശവും വേണ്ട. നീ ഇടപെടാനും പാടില്ല, മനസ്സിലായോടി? ഇനി അധികകാലം ഇല്ല എടുത്തി. ഈ അഹങ്കാരത്തിനുള്ള ദൈവശിക്ഷ ഒരുപാട് വൈകില്ല. അതുവരെ എല്ലാവരും അഹങ്കരിച്ച് ആസ്വദിക്കേ. ആ മുത്തശ്ശി ഒന്നും കൊണ്ട് പേടിക്കണ്ട. മുത്തശ്ശിക്ക് ഞങ്ങളുണ്ട്, മുത്തശ്ശിയുടെ കൊച്ചുമക്കൾ. കൊച്ചുമോൾക്കുള്ള ഉപദേശം കഴിഞ്ഞെങ്കിലേ ഒന്ന് എഴുന്നേറ്റ് വാ, ജോലിയുണ്ട്. ദേ, എന്നെങ്കിലും ഒരിക്കലും അവര് തിരിച്ചു വരുമെന്ന് പറഞ്ഞേ ഇന്നേ കാലം നീട്ടി ഇരിക്കണ്ട. എഴുന്നേറ്റ് വരാനാ പറഞ്ഞത്. ഞാൻ വന്നോളാം. തൽക്കാലം നിങ്ങളെ അനുസരിച്ചല്ലേ പറ്റൂ. ആ അപ്പോ പറഞ്ഞത് മനസ്സിലായല്ലോ കൺട്രോളറെ? മനസ്സിലായി മേഡം. ഹലോ, ആ തിരുവേലി, 10:30. ഓക്കെ, ഞാൻ വണ്ടി അയക്കാം. നാളെ പൂജയ്ക്ക് വരുന്ന തിരുമേനിയാ. ഞങ്ങളുടെ എല്ലാ ഹിറ്റ് സിനിമകൾക്കും തിരുമേനിയാണ് പൂജാരി. ഇതൊരു ഹിറ്റ് സിനിമയല്ലേ, പിന്നെന്താ? അതെ, ഈ സിനിമ ഒരു ചരിത്രമാവണം. ഈ ഒരൊറ്റ സിനിമ കൊണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ആരും ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തണം. ഇനി അങ്ങോട്ട് ഏറ്റവും മികച്ച പ്രൊഡ്യൂസർ ആരെന്ന ചോദ്യം വന്നാ അതിൽ മുത്തശ്ശിയുടെ പേരായിരിക്കണം എല്ലാരും പറയേണ്ടത്. മാഡം, ഇപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നാളെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴാ വണ്ടി വിടേണ്ടത്? അതെ, ഈ ആർട്ടിസ്റ്റുകൾക്ക് വിട്ടുകൊടുക്കുന്ന സാധാരണ വണ്ടി മാഡത്തിന് വിടരുത്, അറിയാലോ? അതൊക്കെ നോക്കിക്കോളാം മാഡം. ഒരു 9:30 വണ്ടി വിടട്ടെ? പിന്നെ കുറച്ചു കഴിഞ്ഞാൽ കോസ്റ്റ്യൂമർ വരും മാഡം.
നാളത്തെ നിങ്ങളുടെ കോസ്റ്റ്യൂമിന്റെ അളവെടുക്കാൻ. ആ, ആ, എന്താ ഈ പറയുന്നേ? മുത്തശ്ശി അത് നമ്മൾ നാളെ ധരിക്കേണ്ട ഡ്രസ്സിന്റെ കാര്യമാണ്. യെസ് യെസ് യെസ്. എന്നാ നിങ്ങൾ പൊക്കോ, കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. മുത്തശ്ശി സത്യം പറഞ്ഞ ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ ജയിച്ചു. വേറെ എവിടെയെങ്കിലും ഇതുപോലൊരു മധുരപ്രതികാരം നടക്കോ? കഴിഞ്ഞ തവണ നമ്മളെ മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ലൊക്കേഷനിൽ അവിടെ ഉണ്ടായ സംവിധായകനും ആ ലൊക്കേഷനിൽ നമ്മളോട് രണ്ടുപേരോടും അഹങ്കരിച്ച ആ നടിയും. അതേടി മോളെ, ഉം, രണ്ടുപേരും നമ്മളെ നന്നായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. ഉം. അപ്പോ അവര് രണ്ടുപേരും സെറ്റിലുണ്ടാവുന്നതേ ഒരു രസമല്ലേ? പിന്നല്ലാതെ. സത്യം പറഞ്ഞ അയാളുടെ പുതിയ പടം തുടക്കത്തിൽ തന്നെ മുടങ്ങുന്നുള്ള അവസ്ഥയിലായിരുന്നു. ഉം, പടം മുടങ്ങിക്കഴിഞ്ഞാ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാ. ഉം. അങ്ങനെ ഒരു പ്രൊഡ്യൂസറെ നോക്കി വായും പൊളിച്ചു നിൽക്കുമ്പോഴാ നമ്മുടെ കൺട്രോളർ അങ്ങോട്ട് ചെല്ലുന്നത്. ഉം. പണം ഇറക്കാൻ ആളുണ്ട്, പക്ഷെ കുറച്ച് ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ അയാൾ അങ്ങ് സമ്മതിച്ചു. എങ്ങനെയെങ്കിലും പടം നടത്തിയേ പറ്റൂന്നുള്ളതുകൊണ്ടാ മുത്തശ്ശി പ്രൊഡ്യൂസർ ആണെന്ന് അറിഞ്ഞിട്ടും പ്രധാനപ്പെട്ട ഒരു വേഷം തന്നെ എനിക്ക് വേണോന്ന് പറഞ്ഞിട്ടും 2 ഹീറോയിനും ഈ പ്രിയങ്ക ആയിരിക്കണോന്ന് പറഞ്ഞപ്പം അയാൾ സമ്മതിച്ചത്. എടി മോളെ, ഈ കാശെന്ന സാധനം കയ്യിലുണ്ടെങ്കിലേ ഏതവനും തലകുത്തി വീഴും, ഉം. കാൽക്കൽ വന്ന് കിടക്കും. അതിന്റെയൊക്കെ തെളിവായി ഈ കാണുന്നത്. മുത്തശ്ശി ആദ്യത്തെ 1-2 ദിവസം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമില്ലാന്ന് ഡയറക്ടർക്ക് തോന്നിയാ അത് നല്ലതല്ലേ? ഉം, ഉം. ആ, അതവന്റെ യോഗം പോലെ ഇരിക്കും. അവനും അവളും ഇതുവരെ കണ്ടതൊന്നും അല്ലടി മോളെ സിനിമ. നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ സിനിമ.